ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സൈറ്റിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. കുട്ടായിട്ടിൻ്റെ ഒന്നിച്ചാണ് കേട്ടോ ഇന്ന് പോകുന്നത്. ഇന്ന് കുണ്ടൻകുഴി സൈറ്റിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് കുട്ടായിട്ടിൻ്റെ ഒന്നിച്ച് അപ്പോൾ ഓസിക്ക് നമുക്ക് പോയിട്ട് വരാം. പിന്നെ ഇന്ന് നമുക്ക് കുണ്ടൻകുഴിയിൽ നിന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകാനുണ്ട്, കാസർഗോഡ് കേരവലിൽ. അപ്പോൾ ഒരു 4:30 എത്താൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നമുക്ക് സൈറ്റിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വരും. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ കാണാം. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് കീലായി മടിയാവുന്നു. എപ്പോഴും മടി തന്നെ, ഒരു ദിവസം പോലും മടിയില്ലാതെ ഞാൻ പോവലില്ല. എപ്പോഴും മടി തന്നെ, അതുകൊണ്ട് ശീലമായി. പിന്നെ മടി പിന്നെ ശീലമായി. അപ്പോൾ നമുക്ക് പോവാം. കൂട്ടായിട്ട് മിക്കവാറും എത്താനായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മുകളിൽ ബസ് സ്റ്റോപ്പിൻ്റെ ആടെയാണ് കാത്തിക്കൽ. അപ്പോൾ ഓക്കെ, ബൈ, പിന്നെ കാണാം. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുന്നതാണ് കേട്ടോ. അപ്പം കുറച്ച് നടക്കാനെല്ലാം ഉണ്ട്. നല്ല മഞ്ഞെല്ലാം പോലെ ഉണ്ട് ഇന്നത്തെ ക്ലൈമറ്റ്. ബാഗിന് ഒട്ടും വെയിറ്റില്ലാത്ത പോലെ എന്തെങ്കിലാവട്ടെ. അപ്പോൾ നമ്മളെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇതെല്ലാം കേട്ടോ. പ്രകൃതി രമണീയം തന്നെ. കുറച്ച് നടക്കാനുണ്ട്, അത് തന്നെ കഷ്ടപ്പാട്. അപ്പോൾ ഞാൻ നടക്കുന്നു. ഇതാണ് നമ്മളെ സ്ഥലം, നടക്കുന്ന സ്ഥലം. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഒരു പിന്നെ അധികം ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ റോഡ് നമുക്ക് ദൂരത്തുള്ള റോഡ് കാണില്ല, ഇങ്ങനെ മഞ്ഞായിട്ട്. അപ്പോൾ നല്ല രസമാണ്. അമ്മേ നിങ്ങൾ കേൾക്കുന്നുണ്ടോ കിളീൻ്റെ എല്ലാം സൗണ്ട്? നല്ല രസമില്ല കേൾക്കാൻ വേണ്ടിയിട്ട്. അതാ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, കൂട്ടായിട്ടാൻ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് ബൈക്കിലാണ് പോകുന്നത്. ദിസ് ഈസ് മൈ കുട്ടാട്ടൻ. ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ബൈക്കാണ് കേട്ടോ. ഗൈസ്, നമ്മളിന്ന് ഒരു കുറുക്ക് വഴിയിലൂടെയാണ് പോകുന്നത്. കുറുക്ക് വഴി എങ്ങോട്ടേക്ക് എത്തുമെന്ന് എനിക്ക് അറിയില്ല. എങ്ങോട്ടേക്കെങ്കിലും എത്തുമായിരിക്കും. നല്ല നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണിവിടെയും. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതാ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വണ്ടിയിൽ നിന്ന് എന്തെല്ലോ പൊട്ടുന്നതെല്ലാം സൗണ്ട് കേൾക്കാം. നമുക്കതൊരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻ്റ് ആണെന്നല്ലോ. ഷമീർ ചാൻ്റെ തട്ടുകടയിലുണ്ട് ഇടാം. കൊള്ളാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കാം എന്തായിരിക്കും സംഭവം എന്ന് എനിക്കറിയില്ല. ഒരു അധികം വണ്ടിയൊന്നും പോവാത്തൊരു റോഡാന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ ഇതുവരെ നമുക്കൊരു വണ്ടീനെയും കിട്ടിയിട്ടില്ല. കുട്ടാട്ടൻ പ്രോ ഡ്രൈവറാണ്. ഇങ്ങനത്തെ കുറുക്ക് വഴിയെല്ലാം കുട്ടാട്ടനെ നല്ലോണം അറിയും. എന്തോ ഒരു കാവ് കണക്കത്തെ സ്ഥലമാണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ നോക്കാം, അങ്ങോട്ടേക്ക് നല്ല മലയെല്ലുണ്ട്. റോഡൊന്നും അത്ര സുഖമില്ല റോഡല്ല, നല്ല കുഴിയെല്ലാം ഉണ്ട്, വെള്ളമെല്ലാം കിട്ടിയിട്ടുണ്ട്. നോക്കൂ, വാട്ട് ഈസ് ദിസ് അല്ലേ. നല്ലൊരു കയറ്റം കിട്ടി നമുക്ക്. അമ്മേ, നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മ അന്ന് ഒരിക്കൽ വന്നിനല്ലേ ഇല്ലേ? ഞാൻ അന്നൊരിക്കൽ വന്നിനില്ലേ, ഒരു ചേരിപ്പാടി സ്കൂൾ വരുത്തിയിട്ട് പോകുമ്പോൾ. അപ്പം ഇല്ലേ വന്നിനി. യെസ്, ഞാൻ ഓർക്കുന്നു. ഗൈസ്, ഇതാണ് പ്രശസ്തമായ ആമക്കുളം. കാണുന്നുണ്ടോ നിങ്ങൾ? ഇത് അതിൻ്റെ അടുത്തെ കൂടിയാണ് നമ്മൾ പോകുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്.
സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. കുട്ടികളെ പിള്ളമാരെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. ഭയങ്കര ഒച്ചയായിരിക്കും. ഇനിയിപ്പോൾ അവിടെ ബെല്ലടിച്ചു. ഇവിടെ ലേബേഴ്സ് എല്ലാം പണിയെടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പോകണത്ര. അപ്പോൾ ഗായ്സ് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ സൈറ്റ് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കണ്ട ഇതൊരു ക്ലാസ് റൂം പാർട്ടീഷൻ ചെയ്തിട്ടാണ് നമുക്ക് ഓഫീസ് റൂം തന്നത്. അപ്പോൾ അപ്പുറത്തെ കുഞ്ഞു പിള്ളേരായി UP 5ാം ക്ലാസ് 6ാം ക്ലാസ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സൗണ്ടാണ്. ടീച്ചർ വന്നാൽ പിന്നെ സൈലൻ്റ് ആയിരിക്കും. ഇപ്പം എല്ലാം ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ സൈറ്റിൽ പോയിട്ട് കാണാം. ഇതിൻ്റെ ഉള്ളിലേക്കൂടെ ഇങ്ങനെ നമുക്ക് കയറണം. കുറച്ച് സാഹസികത വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി. ആൻഡ് നമ്മൾ സൈറ്റിലേക്ക് എത്തി. നമ്മളെ പണിക്കാരും പണിയെടുക്കുന്നുണ്ട്. എന്നെ കാണുമ്പോൾ ചിരിക്കാൻ തുടങ്ങിയിട്ടാ. ഹായ് പറഞ്ഞു. ഗൈസ് വിക്രമാണിത്. വിക്രം എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുകയാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ബയോയിലുണ്ടല്ലോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി അവൻ ട്രൈ ചെയ്യുകയാണ്. കിട്ടുമോ നോക്കാം നമുക്ക്. എല്ലാവരും പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അവരെന്തോ പറഞ്ഞു. കിട്ടിയാ? യോന് ചിരിയെല്ലാം വരുന്നുണ്ട്. എന്ത് സംഭവം എന്ന് എനിക്കറിയില്ല. കിട്ടിയോന്നറിയില്ല. മിലേഗ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് ഗൈസ്. എന്തെങ്കിലും മാത്രം ചിരിക്കാനുള്ളതെന്ന് എനിക്കറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ് ഓൻ ചിരിക്കുന്നുണ്ട്. എല്ലാവരും എത്തി നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തന്നെ ചിരി വരുന്നു. എൻ്റെ വീടെല്ലാം അവർ കാണുമല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഗായ്സ് ഞാൻ തിരിച്ച് ഓഫീസ് റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പുറത്ത് പിള്ളേരുടെ സൗണ്ട് ഉണ്ടാവും, ടീച്ചറുടെ സൗണ്ട് ഉണ്ടാവും, എല്ലാവരുടെയും സൗണ്ട് ഉണ്ടാവും. അപ്പോൾ പ്ലീസ് അവോയ്ഡ് ഇറ്റ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാനിവിടെ വന്നിട്ട് കുറേ കാര്യം പഠിച്ചു പറയുമ്പോൾ സൈറ്റിലത്തെ കാര്യമല്ല, അത് ഞാൻ പഠിക്കാൻ ബാക്കിയുണ്ട്. ഇത്ര മറ്റേ നമ്മളെ ഇപ്പോഴത്തെ ക്ലാസ് ആയതുകൊണ്ട് 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ ആണ്. അപ്പുറത്ത് 6 തോന്നുന്നു. അപ്പോൾ ആ പിള്ളേർക്ക് പഠിപ്പിക്കുന്ന കാര്യമെല്ലാം എനിക്കിങ്ങനെ കേൾക്കാമല്ലോ. അങ്ങനെ കേട്ട് നല്ല രസമുണ്ട്. എത്ര കാര്യം ഒരു ഒരിക്കലും പഠിക്കാനില്ലേ, നല്ലോണം പഠിക്കാനുണ്ട്. ഇപ്പം കേട്ടാ ഈസിയല്ലേ പഠിക്കാൻ, അത്ര ഈസിയൊന്നുമില്ല. അപ്പോൾ എനിക്ക് കുറച്ച് രജിസ്റ്ററെല്ലാം എഴുതാനുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എഴുതുന്നത് കോൺക്രീറ്റ് കഴിഞ്ഞാൽ കുറച്ച് എഴുതാനെല്ലാം ഉണ്ടാവും. അങ്ങനെ രജിസ്റ്ററെല്ലാം സെറ്റാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ കോളത്തിൻ്റെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് മീൻസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കോൺക്രീറ്റ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയുന്നത് തന്നെ, എന്നാലും ഞാൻ കാണിക്കുന്നത് ആദ്യമായിട്ടല്ലേ. അപ്പോഴത്തെ കോൺക്രീറ്റ് എങ്ങനെയാണ്, വലിയ കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വേറെ ടീം വരും കേട്ടോ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ചെറിയ കോളമെല്ലാം ആകുമ്പോൾ ചെറുതല്ലേ, ചെറുത് മീൻസ്
അത്ര ക്വാണ്ടിറ്റി ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ സ്ഥിരമുള്ള ലേബേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മെറ്റീരിയൽസ് എല്ലാം എടുക്കുന്നുണ്ട്. മെറ്റീരിയൽസ് എല്ലാം കോരിയെടുത്ത് നമ്മളെ മിക്സർ മെഷീനിലിട്ട് അത് മിക്സ് ചെയ്ത് ആവശ്യത്തിന് മിക്സ് ചെയ്ത് എൻ്റെ മുന്നിൽ സിമെൻറ്റെല്ലാം ഇട്ടിട്ട് ആ സിമെൻറ്റും കെമിക്കലെല്ലാം ഒഴിച്ചിട്ടുണ്ടായിന്. അതൊന്നും എടുത്തില്ല, ഞാൻ എടുക്കാൻ കിട്ടിയിട്ട് എനിക്ക്. അതിനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ശവലുപയോഗിച്ച് വട്ടിയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് കൊണ്ടുവരും. ഇതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇങ്ങനെ. എന്നിട്ട് വൈബ്രേറ്റർ ഉപയോഗിച്ചിട്ട് നല്ലോണം വൈബ്രേറ്റ് ചെയ്യും. പിന്നെ അത് എയർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ അതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ മുകളിൽ കയറിയിട്ട് എല്ലാ വ്യൂ കാണിച്ചതാണ്. പിന്നെ നമ്മൾ ക്യൂബെല്ലാം എടുത്ത്. അപ്പോൾ ഗൈസ് ഞാൻ വീട്ടിൽ പോവുകയാണ്. വീട്ടിലേക്കല്ല, ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഇവരോട് ഞാൻ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അതിന് നേരെ നമ്മൾ പൊയിനാച്ചി പോവും. പൊയിനാച്ചി പോയി ബസ് ഇറങ്ങിയതിന് ശേഷം ആടുന്ന് കുഞ്ഞുമാമനും അമ്മയും ഉണ്ടാവും. അവരൊന്നിച്ച് ഞാൻ കാസർഗോഡ്. നമ്മൾ കാസർഗോഡേക്ക് പോവുകയാണ്, KSRTCയിലേക്ക്. ഞാൻ പൊയിനാച്ചിയിൽ നിന്ന് കാസർഗോഡേക്ക് വന്നു. എനിക്ക് മുന്നേ വന്നിട്ട് എന്താ ബില്ല് എന്തെങ്കിലും പറയുന്നത് അപ്പോയിൻമെൻറ്റ് ലെറ്ററല്ല, ആ പ്രിസ്ക്രിപ്ഷനെല്ലാം എഴുതുന്ന ആ പേപ്പർ വാങ്ങിക്കാനുണ്ടായി. ഞാൻ കാസർഗോഡേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡേക്ക് എത്താറായി എന്നാണ് എൻ്റെ വിശ്വാസം. ഭയങ്കര പൊടിയെല്ലാം KSRTCയിലാണ് പോകുന്നത്. പ്രിയദർശിനി ഫ്രീ ടിക്കറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഈ സംഭവം വാങ്ങിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഓട്ടോ ആക്കിയിട്ടാണ് പോകുന്നത്. ഏപ്പൻ്റെ പാട്ട് കേൾക്കുന്നുണ്ട കേട്ടോ. അപ്പോൾ അമ്മയും കുഞ്ഞുമാനും അങ്ങോട്ടേക്ക് വരും. ഇവിടെ ജംബോ സർക്കസ് ഉണ്ട്. ഞാൻ ഇതുവരെ സർക്കസ് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഓട്ടോ ആക്കിയിട്ട് പോകുന്നുണ്ട് കേരളത്തിലേക്ക്, പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു അബദ്ധം പറ്റി. ഞാൻ ബസ്സിൽ ഈ സൈഡിലാണ് ഇരുന്നിട്ടുണ്ടായത്. അപ്പം എൻ്റെ വിചാരം ബസ് അവസാനം നിൽക്കലേ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അധികം ശീലം ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി, അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് പഴയ ബസ് സ്റ്റാൻഡ് എത്തുമ്പോൾ ബോധം വന്നെ അങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇറങ്ങിയിട്ട് ബാക്കി പറയാം. അങ്ങനെ ഞാൻ പഴയ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇറങ്ങിയിട്ട് ഇപ്പം വണ്ടി ഉത്തട്ടി. പഴയ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇറങ്ങിയിട്ട് ഞാൻ ആറിന് ഓട്ടോ ആക്കിയിട്ട് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ആറിന് സാധനം വാങ്ങിച്ചിട്ട് കേരളയിലേക്ക് വന്നു. എൻ്റെ കുഞ്ഞുമാരും വന്നിട്ടുണ്ട്. എന്നിട്ട് ആറിനാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അവർ വന്നിട്ട് അവരെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. എന്നെ ഒരു വണ്ടി കുത്താൻ വന്നിട്ടേ അതിൻ്റെ വേക്കിൽ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ മാമൻ. അപ്പോൾ നമ്മൾക്ക് അവരിപ്പോൾ വരുമെന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ. അവർ വെയിറ്റ് ചെയ്യാണ്. ഞാൻ അവർ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം അമ്മയും കുഞ്ഞുമോനും മാത്രമല്ല, എൻ്റെ ഉണ്ണിമോനും കൂടെ വരുന്നുണ്ട്. ദാറ്റ്സ് മൈ പൊന്നിൻ്റെ കേട്ടാ. കുഞ്ഞുമാമ വണ്ടി പാർക്കാക്കാൻ പോയിരിക്കും. ഉണ്ണിമോനുണ്ട്. ഉണ്ണിമോന് നാണം വരുന്നു. ദിസ് ഈസ് മൈ മദർ, ദിസ് ഈസ് മൈ പൊന്നിൻ്റെ കേട്ടാ. ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. എന്നിട്ട് സ്റ്റെപ്പ് കയറിയാണ്. ഇത് പേടിയോ എത്തിയെന്ന് തോന്നിട്ട് എനിക്ക്. ഇതിപ്പോൾ സെക്കൻഡ് ഫ്ലോർ എത്തി. നമ്മൾക്ക് ഫസ്റ്റ് ഫ്ലോറിലാന്ന് തോന്നുന്നു. ബാലസുബ്രഹ്മണ്യം ആരോടെയും ചോദിച്ചു. നമ്മൾ കാണിച്ചു ഡോക്ടറിന്. കുറച്ച് മരുന്ന് തന്നിട്ടുണ്ട്. ഡോക്ടർക്ക് ഓക്കെ ആവുമെന്ന് പറഞ്ഞു.
ഒരു 40 ദിവസത്തേക്കുള്ള ഗുളികയാണ് തന്നിട്ടുള്ളത് കേട്ടോ. നമ്മ ചായ കുടിക്കാൻ വന്നിട്ടാണുള്ളത്. ഉണ്ണിക്കുട്ടന് എന്ത് വേണ്ടേ ചായക്ക്? ഉണ്ണിക്കുട്ടൻ ജ്യൂസാണ് കുടിക്കുന്നത്, നമ്മൾ ചായയാണ് കുടിക്കുന്നത്. ഉണ്ണിക്കുട്ടൻ ജ്യൂസിൻ്റെ ആളാണ്, ജ്യൂസിൻ്റെ ആൾ. സുന്ദരൻ എല്ലാവരും മതി. അപ്പോൾ ഞാനും ഉണ്ണിക്കുട്ടനും ചായയെല്ലാം കുടിച്ച് സെറ്റായി. ചായ കുടിക്കുന്ന ഫുഡിൻ്റെ തന്നെ നമ്മൾ എടുത്തിട്ടല്ലേ കിട്ടാൻ മറന്നു തിന്നാൻ കിട്ടിയപ്പോൾ ബോധം പോയി അല്ലേ. അപ്പോൾ നമ്മില്ലേ പുറത്തേക്ക് വന്നിന്, ഓന് ഉള്ളിൽ ഓൻ്റെ ഡാഡിക്കുള്ളിനെ കാത്തിക്കുകയാണ്. ഉള്ളിൽ നല്ല ഈസി അല്ല ഉള്ളതല്ലേ, അതുകൊണ്ട് ചെക്കന് പുറത്തിറങ്ങാൻ തോന്നിയില്ലാന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മ വീട്ടിലെത്തി. ഓക്കെ ബൈ, നാളെ കാണാം.